ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രാർത്ഥന എന്നുള്ളതാണ്. और आज हम जो मनन करने के लिए इच्छा करने वाला विषय जो है वो भी प्रार्थना के ही विषय है। പ്രാർത്ഥനയെ കുറിച്ച് അനേക പുസ്തകങ്ങളുണ്ട്. प्रार्थना के बारे में अनेक पुस्तकों को हम देखते हैं। ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. बहुत सारी प्रचार को हमने प्रार्थना के विषय में सुना है വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. और फिर भी बातों को बार बार हम सुनते भी आ रहे हैं। എന്നാൽ പ്രസംഗം കേട്ടതുകൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടോ അർത്ഥമില്ല. പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിച്ചേ മതിയാകുള്ളൂ. प्रार्थना प्रचार करने से या पुस्तकों को पढ़ने से कोई फायदा नहीं है। प्रार्थना करने की जगह में हमें प्रार्थना करना ही है। നമ്മുടെ ക്രിസ്ത്യാനിയായ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരായുധമേ ഉള്ളത് പ്രാർത്ഥനയാണ്. और मसीह होकर हमारे जीवन में एक हथियार प्रभु ने हमें दे रखा है, वो प्रार्थना का हथियार है। ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. और कोई भी परिस्थिति में क्यों ना हो हम प्रार्थना कर सकते हैं। യാതൊരു വിധമായ ഫെസിലിറ്റി ഇല്ലെങ്കിലും, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലും, നെറ്റ്വർക്ക് ഇല്ലെങ്കിലും, ആഹാരമില്ലെങ്കിലും, ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാൻ സാധിക്കാതെ മുടക്കമില്ല നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. आपके जीवन में कोई भी प्रकार की जो है जो सुविधाएं ना हो या कोई भी प्रकार का कोई परिस्थिति आपका सही ना रहने से भी आप प्रार्थना करने का एक जीवन में आप रहते हैं तो आप कहीं पर भी प्रार्थना कर सकते हैं। പ്രാർത്ഥനയ്ക്കായിട്ട് എനിക്ക് ഇന്ന ഇന്ന ഫെസിലിറ്റി ഉണ്ടെങ്കിലേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. और प्रार्थना के लिए मुझे ऐसी ऐसी सुविधाएं मिले तो ही मैं प्रार्थना कर सकता हूं, ऐसे हम नहीं कह सकते हैं। പ്രാർത്ഥനയ്ക്ക് വിവിധ വശങ്ങൾ നമുക്ക് കാണാം. और प्रार्थना का अलग अलग दृष्टिकोण को हम देख पाएंगे। നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. और प्रार्थना का अर्थ है कि हम परमेश्वर से बातें कर रहा है। ഒരു പിതാവിനോടോ ഒരു കുഞ്ഞ് സംസാരിക്കുന്ന അതേ ശൈലിയിൽ നമുക്ക് കർത്താവിനോട് സംസാരിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. और जिस प्रकार से हम अपने एक बच्चा जो है माता अपने पिता से बातें करता है, वैसा ही हमें अपने स्वर्गीय पिता से बातें करना है। അതിന് പ്രത്യേക ഭാഷാ ശൈലിയോ വൊക്കാബുലറിയോ ഗ്രാമറോ ഒന്നും ഒരു വിഷയമല്ല. നമ്മുടെ ഹൃദയത്തിൽ എന്ത് അപ്പനോടോ അമ്മയോടോ പറയാൻ ആഗ്രഹിക്കുന്നുവോ അത് അതേ ഭാഷാ ശൈലിയിൽ പറയാൻ സാധിക്കും. और इसी के लिए जो है किसी भी प्रकार की विशेष भाषा या किसी प्रकार के व्याकरण या ऐसी कोई भी बात की जरूरत नहीं है। जैसे हम साधारण रीति से अपने माता पिता से बातें करते हैं वैसे ही हम परमेश्वर से भी बोल सकते हैं। നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ ഡ്രൈവ് ചെയ്യുമ്പോഴോ കിച്ചണിലായിരിക്കുമ്പോഴോ ബാത്റൂമിലായിരിക്കുമ്പോഴോ ജോലി ഓഫീസിലായിരിക്കുമ്പോൾ എനി സർക്കംസ്റ്റാൻസിൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കും. आप यात्रा करने के समय में, आप गाड़ी चलाने के वक्त में, आप सफर करने के आपके में जो भी साधन है कहीं पर भी क्यों ना हो आप परमेश्वर से बात कर सकते हैं। അപ്പൊ ദൈവത്തോടുള്ള സംസാരമാണ് പ്രാർത്ഥിക്കുക. तो प्रार्थना का मूल अर्थ यह है कि हमें परमेश्वर से बातें करते रहना है। അങ്ങനെ ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കാത്ത ആരും എന്റെ മുൻപിൽ ഇരിപ്പില്ല. और मैं ऐसे समझता हूं कि ऐसे कोई हमारे सामने नहीं बैठे हुए हैं जो परमेश्वर से इस समय में बात नहीं कर सकते। പ്രാർത്ഥന ദൈവത്തോടുള്ള അപേക്ഷയാണ്. प्रार्थना जो है परमेश्वर के प्रति हमारे कई विनतियां हैं। നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടായാലും മനുഷ്യരോട് പറയുന്നതിനേക്കാൾ ദൈവത്തോട് പറയുന്നത് നല്ലതാണ്. हमारे जीवन में कितनी भी बड़ी आवश्यकताएं क्यों ना हो मनुष्यों से कहने से भी बढ़कर हम परमेश्वर से कहना ये अनिवार्य होता है। കാരണം ദൈവത്തിന്റെ കയ്യിലില്ലാത്ത ഒരു കാര്യവുമില്ല, എല്ലാം ദൈവം സൃഷ്ടിച്ചതാ. कारण यह है कि परमेश्वर के हाथों में ऐसा कोई बात नहीं है जो हमें वो दे नहीं सकता, क्योंकि परमेश्वर ने ही सबका सृष्टि किया है। നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെയും ഉള്ള അവന്റെ ഭണ്ഡാരത്തിനകത്ത് നിറച്ചു വെച്ചിട്ടുണ്ട്. और हमारे लिए जो छोटी और बड़ी आवश्यकताओं का सारा संसाधन जो है उसकी भंडारों में उसने भर कर रखे हैं। 1 രൂപയുടെ ആവശ്യമുള്ളപ്പോൾ 1 രൂപ തരാനും, 1 ലക്ഷം രൂപ ആവശ്യമുള്ളപ്പോൾ 1 ലക്ഷം രൂപ തരാനും അവന്റെ ഭണ്ഡാരത്തിലുണ്ട്.
1 रुपए की आवश्यकता होने के समय में 1 रुपया देने के लिए, और चाहे 1 लाख रुपए की जरूरत भी हो तो भी वो अपने भंडारों में उस सब के लिए प्रबंध रखे हैं। ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലും അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. आपके जीवन में कोई भी बड़ी समस्या आप सामना कर रहे हो, उसमें भी प्रभु उतर आकर आपके लिए मदद पहुंचा सकता है। ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ മുൻപിരിക്കുന്ന നിങ്ങളൊക്കെ വളരെ അനുഭവ സമ്പത്തുള്ളവരാണെന്ന്. मैं ये बातों को जब बोल रहा हूं, मैं ये बात को समझ पाता हूं कि मेरे सामने बैठे हुए आप में से हर एक व्यक्ति जो है इस विषय में बहुत सारी अनुभवों को आप रखते होंगे। ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ചാൽ പ്രാർത്ഥനയിലൂടെ ലഭ്യമായ അനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടോ എന്ന് എനിക്കറിയാം. मैं आपसे यदि कुछ सवाल पूछूं तो प्रार्थना के विषय में आपने जो जो अपने जीवन में प्राप्त किया है उन सभी के बारे में आप बहुत बातों को हमें बता पाएंगे। അതുകൊണ്ടാണല്ലോ വീണ്ടും നമ്മൾ പ്രാർത്ഥിപ്പാൻ ധൈര്യപ്പെടുന്നത്. और इसी कारण ही हम फिर से प्रार्थना करने के लिए बहुत गंभीर हो जाते हैं, हमारे अंदर हियाव आ जाता है। ഇത്ര നല്ലവനായ ദൈവമുള്ള വേറൊരു ജാതിയില്ല, ഇതുപോലെ ദൈവമുള്ള ഒരു ജാതി വേറെ ഇല്ല. और इतना अच्छा परमेश्वर और ऐसा कार्य करने वाला परमेश्वर हमारे बीच में और कोई नहीं है। വേറൊരു ജാതിക്കും ഇതുപോലെ ജീവനുള്ള ദൈവമില്ല. और कोई भी लोग क्यों ना हो, समूह क्यों ना हो, ऐसे जीवित परमेश्वर जो उनके लिए कार्य कर सकता है उनके बीच में नहीं है। അപ്പൊ ഏത് സാഹചര്യത്തിലും കർത്താവിന്റെ അടുക്കൽ ചെന്ന് അവനോട് അപേക്ഷിക്കാനുള്ള മീഡിയാണ് നമ്മുടെ പ്രാർത്ഥന. और कोई भी परिस्थिति में हमारे विषय को, हमारे समस्याओं को, हमारी आवश्यकताओं को उसके सामने मांगने का एक अवसर है ये प्रार्थना। പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ വാർഫെയറിന് ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ്. और प्रार्थना इतना ही नहीं कि वो हमारी विनती है, प्रार्थना एक आत्मिक हथियार के समय में या आत्मिक युद्ध के समय में उपयोग करने वाले एक हथियार के समान है। നമ്മുടെ ജീവിതത്തിൽ ഏത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് എതിരിടുവാനുള്ള ഒരൊറ്റ ആയുധമേ ഉള്ളൂ, ദൈവസന്നിധി മുട്ടുമടക്കുക. हमारे जीवन में चाहे कोई भी बड़ी समस्याएं भी क्यों ना आ जाए, हमारे सामने एक ही एक उपाय दिया गया है कि हम प्रार्थना में घुटने टेकें। നമ്മൾ ആരോടെങ്കിലും സംസാരിക്കാൻ പോയാൽ നമ്മളെക്കാൾ വാക്ചാതുര്യമുള്ളവരാണ് മറ്റുള്ളവർ. और हम चाहे किसी से बातें करने जाए तो हमसे भी ज्यादा बोलने वाले लोग हमारे सामने हम देखते हैं। അപ്പൊ നമ്മുടെ വാക്ചാതുര്യം കൊണ്ടോ നമ്മുടെ സംസാരം കൊണ്ടോ ജയിക്കുവാൻ സാധിക്കാത്ത, നിലനിൽക്കുവാൻ സാധിക്കാത്തത് നാം മുട്ടുമേലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന്റെ മേൽ ജയമെടുക്കുന്ന കാണുവാൻ സാധിക്കും. तो हमारे बोलने से, हमारे बोलने की निपुणता से जो चीजों को हम प्राप्त नहीं कर सकते हैं वो हम प्रभु के सामने ले आने से परमेश्वर हमारे लिए कार्य कराता है। അപ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആത്മീയ യുദ്ധത്തിൽ ഒരായുധമാണ് ഈ പ്രാർത്ഥന. तो याद रखना है कि हमारी प्रार्थना हमारी आत्मिक युद्ध का एक हथियार का भाग है। നമ്മൾ എത്രമാത്രം സീരിയസ് ആയിട്ട് ആ വിഷയത്തിന് എടുക്കുന്നു അത്രയും ഷാർപ്പായിരിക്കും പ്രാർത്ഥനയുടെ ശക്തി. हम कितने गंभीरता से उस विषय को हमारे जीवन में हम अपनाएंगे उतना ही हमारी प्रार्थना गंभीरता के साथ चलेगी। അപ്പോൾ പ്രാർത്ഥന ഒരു വെപ്പണാണ് നമ്മുടെ. तो याद रखना है कि प्रार्थना हमारे लिए एक हथियार के समान। അത് നമ്മുടെ ഏത് സാഹചര്യത്തിലും എൻ്റെ മുൻപിരിക്കുന്ന നിങ്ങള് വിദ്യാഭ്യാസമുള്ളവരോ ഇല്ലാത്തവരോ പണമുള്ളവരോ റിച്ചോ പുവറോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലുമായിക്കൊള്ളട്ടെ, ഈ വെപ്പൺ കയ്യില്ലാത്തവരാരുമില്ല. സജൻ പാസ്റ്റർ ശബ്ദം കേട്ടില്ല. ഇല്ല. ഇടയ്ക്ക് വല്ല ഫോൺ വന്നായിരുന്നു? ജോയ് പാസ്റ്റർ കേൾക്കാമോ? പാസ്റ്റർ സൗണ്ട് ഇല്ല, നീ വന്ന ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ആക്കി.
फिर धन्यवाद। പ്രാർത്ഥന ഓക്കെ, ഇതൊരു പ്രാർത്ഥനയ്ക്കെതിരായുള്ള പോരാട്ടമാണ്. ये प्रार्थना के विरोध में एक प्रकार का एक लड़ाई है ये। പ്രൈസ്, നമ്മൾ അതിനെ ജയിക്കുക. हम उसके ऊपर जय प्राप्त करेंगे। അപ്പൊ എന്റെ മുൻപിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ആരുടെയും കയ്യിൽ ഈ വെപ്പൺ ഇല്ലാത്ത, ഈ ആയുധമില്ലാത്തവരാരുമില്ല. और मेरे सामने आप में से कोई भी ऐसे नहीं होंगे जो ये हथियार को उपयोग नहीं कर पाते हैं। നിങ്ങൾ ഈ ആയുധം എത്രമാത്രം ഗൗരവമായിട്ട് ഉപയോഗിക്കുന്നു അത്രമാത്രം അതിന്റെ മേൽ വിജയം ഉണ്ടാവും. आप ये हथियार को कितने गंभीरता से उपयोग करेंगे उतना ही आपके लिए ये आमीन हथियार फायदेमंद साबित होगा। പൗലോസ് പറയുന്നത്, ഞാൻ തിമോഥെയോസ് പറയുന്നത് നല്ല യുദ്ധസേവ ചെയ്യാൻ. और पौलुस तीमुथियुस से इस बात को कहता है कि अच्छी आमीन सेवा को करना है। ആ നല്ല യുദ്ധസേവ എന്ന് പറയുന്നത് മറ്റ് വാളുകൾ എടുത്ത് ഉപയോഗിക്കാനായിട്ടല്ല, ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയുമാണ് നമ്മുടെ വെപ്പൺ. और जब पौलुस तीमुथियुस को कहता है कि अच्छी सेवा को करे या युद्ध सेवा को तुझे करना है, तो कोई प्रकार की हथियारों को लेकर तलवारों को लेकर युद्ध करने के विषय में नहीं, परंतु पौलुस ये बात को संबोधित करता है कि प्रार्थना में ऐसी सेवा को हमें करना है। ഞാൻ പഠിച്ചൊരു പാഠം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം തിരഞ്ഞെടുത്തവരെല്ലാം നല്ല യുദ്ധസേവ എന്നവരായിരുന്നു. मैंने एक बात को सीखा है, चाहे वो पुराने नियम में हो या नए नियम में हो, जिन्होंने भी अपने जीवन में आमीन अच्छे आमीन कार्यों को किया है, वे सब अच्छे युद्ध लड़ने वाले और उस अच्छे सेवा करने वाले लोग थे। ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ പട്ടികയ്ക്കകത്ത് ഉഴപ്പന്മാരാരുമില്ല. और परमेश्वर ने जो चुना हुआ लोगों का सूची के अंदर कोई भी ऐसे व्यक्ति नहीं था जो आलसता के साथ काम करते थे। മാത്രമല്ല, അങ്ങനെയുള്ളവരെ തർജ്ജനം ചെയ്ത് കുറ്റം ആരോപിക്കുന്ന ലേഖനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. और ऐसा ही नहीं, ऐसे करने वाले लोगों के साथ उनके कार्यों के प्रति उनको डांटते हैं, फटकार लगाने वाले अनुभवों को भी हम देखते हैं। ചിലരെ കുറിച്ച് പറഞ്ഞ അവർ ലോകത്തിന്റെ പിന്നാലെ പോയി, ചിലര് വയറന്മാരാണ്, തിന്നാൻ മാത്രമേ അറിയത്തുള്ളൂ, പിന്നെ ജോലി ചെയ്യാത്തൊരു തിന്നാൻ ഭക്ഷിക്കാനും പോകരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് നല്ല കർശനമായ ലേഖനങ്ങളായിരുന്നു. और कई लोगों के बारे में ऐसे कहते हैं कि वे लोग जो है संसारिक हैं, कई लोग के बारे में कहते हैं कि वे पेटू है, उनको सिर्फ खाना ही पता है, और ऐसे भी वचन कहे जाते हैं कि जो मेहनत नहीं करता है वो खाने के लिए भी बैठना नहीं है। तो इसी प्रकार से आमीन पौलुस अपने पत्रियों में जो आलस लोग थे उनके प्रति बहुत स्पष्टता के साथ, गंभीरता के साथ बातों को कहते हुए हम देखते हैं। അവിടെ തിമോഥെയോസിന്, എന്റെ കുഞ്ഞെ, നീ നല്ല യുദ്ധസേവ ചെയ്യുന്നവനായിരിക്കണം, നിന്നെ കുറിച്ച് യാതൊരു കുറ്റവും ആൾക്കാർ പറയാനായിട്ട് നീ ഉദാസീനാകരുത് എന്ന് ഉപദേശിക്കുക. और वहां पर हम देखते हैं पौलुस तीमुथियुस को याद दिलाता है कि तू अच्छी सेवा को करना है, अच्छे कुश्ती को लड़ना है, तो किसी भी विषय में आलसता का अनुभव में नहीं रहना है। എന്റെ മുൻപിൽ ഇരിക്കുന്നവര് ഒറീസയിലും ബീഹാറിലും പഞ്ചാബിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും കേരളത്തിലും ഒക്കെ ഉള്ളവരുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളായിരിക്കുന്നിടത്ത് നല്ല യുദ്ധസേവ ചെയ്യുന്നവരായിരിക്കണം. और मेरे सामने बैठने वाले आप में से हर एक लोग जो हैं आमीन कई क्षेत्रों से, कई राज्यों से आप बैठे हुए, उड़ीसा हो, पंजाब हो, बिहार हो, महाराष्ट्र हो, केरल हो, आप सबसे मेरा कहने का तात्पर्य यही है कि आप अच्छे कुश्ती को लड़ने वाले, अच्छे सेवा को करने वाले व्यक्ति बने रहे। പൗലോസ് ഇത് പറഞ്ഞിട്ട് സിംഹാസനത്തിലിരുന്ന് ഓർഡർ ചെയ്യുവല്ലായിരുന്നു, അവൻ സ്വന്തമായി നല്ല മൃഗയുദ്ധം ചെയ്യുന്നവനായിരുന്നു. और पौलुस इन सारे बातों को कहकर अपने आप में जो है वो किसी सिंहासन पर बैठकर सोने वाला व्यक्ति नहीं रहा, या फिर वो सिर्फ आज्ञा देने वाला व्यक्ति नहीं था, परंतु वो स्वयं अपने जीवन से भी इस बातों को किया करते थे। 1 കൊരിന്ത്യർ 15:57 പറയുന്നത്, ഞാൻ അല്ല 1 കൊരിന്ത്യർ 15:32 പറയുന്നത്, ഞാൻ മൃഗയുദ്ധം ചെയ്തു എന്നാ പറയുന്നത്. और पहला कुरिन्थियों की पत्री 15 का 27 में इस प्रकार से कहते हैं कि मैंने अच्छा युद्ध को लड़ा है। അതിന്റെ അർത്ഥം അവന് മൃഗത്തോട്, കാളയോടും സിംഹത്തോടും യുദ്ധം ചെയ്തെന്നല്ല, പിന്നെയോ അതിന് സമാനമായ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ പ്രാർത്ഥനയിൽ പോരാടിയെന്ന.
और आमीन, वो वचन का अर्थ यह है कि जिस प्रकार से एक व्यक्ति जो है ऐसी परिस्थितियों में, कठिन परिस्थितियों में कैसे वो बड़े संघर्ष करते हुए, वो युद्ध करते हुए बढ़ते हैं, वैसी ही आत्मिक परिस्थिति में भी वे युद्ध करते आगे बढ़े हैं। നമ്മോട് എതിരിടാൻ വരുന്ന മൃഗത്തിന് അവിടെ ഫീലിങ്സ് ഇല്ല, അവിടെ സിമ്പതി ഇല്ല. ആ മൃഗത്തിന്റെ ഒരേ ഉദ്ദേശമേ ഉള്ളൂ, എതിരായി നിൽക്കുന്നവരെ നശിപ്പിക്കുക എന്നുള്ളത്. हमारे विरोध में आने वाले जो भी जानवर हैं, वो कोई भी प्रकार का जो है भावनाओं को नहीं रखता है, वो कोई भी प्रकार का तरस हमारे ऊपर नहीं खाता है। उसका एक ही एक लक्ष्य होता है कि हमें किसी भी प्रकार से फाड़ कर खा ले। അങ്ങനെ ദുഷ്ട മൃഗചിന്തയോടുകൂടെ വരുന്നവരുടെ മുൻപിൽ നമുക്കൊറ്റ മാർഗമേ ഉള്ളൂ, ദൈവസന്നിധിയില് പ്രാർത്ഥനയിൽ പോരാടുക. और ऐसे दुष्ट और जानवरों का सा सोच लेकर आने वाले लोगों के सामने हमारे लिए एकमात्र उपाय है कि प्रभु की उपस्थिति में हम जाएंगे और प्रार्थना करेंगे। ഇന്ന് ഹോസന്ന പാടിയവർ നാളെ ക്രൂശിക്ക എന്ന് പറയുന്ന സ്വഭാവമാണ് മനുഷ്യന്റെ. और आज मनुष्य का स्वभाव इस प्रकार से होता है कि आज वे लोग हमारे लिए जय गाएंगे, होसाना गाएंगे, लेकिन कल वे हमें क्रूस पर चढ़ाने के लिए हमारे पीछे लगेंगे। അതിന് നമ്മുടെ മുമ്പിൽ ഒരൊറ്റ ആയുധമേ ഉള്ളൂ, പ്രാർത്ഥന. और इसी ऐसे संदर्भ में हमारे सामने एकमात्र उपाय है, आमीन, और एकमात्र हथियार है, वो है प्रार्थना। പൗലോസ് പറയാൻ, ഞാൻ രാവും പകലും പ്രാർത്ഥിച്ചു. और पौलुस कहता है कि मैं सवेरे और रात को भी मैंने प्रार्थना करते आया हूँ। യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന്റെ പ്രൂഫ് നമുക്കുണ്ട്, തെളിവുണ്ട്. और यीशु मसीह जो है पूर्ण रात भर प्रार्थना करने का एक सबूत हम वचन में पढ़ते हैं। പൗലോസ് പ്രാർത്ഥനയിൽ പോരാടിനെ കുറിച്ച് നമുക്കറിയാം. पौलुस जो है प्रार्थना में जो मलयुद्ध किया है, उसी के विषय में हम वचन पढ़ पाते हैं। മോശയും യോശുവയും ദാവീദും നിലത്ത് കിടന്ന് ഉരുണ്ട് ദൈവത്തോട് കവണ്ട് വീണ് പ്രാർത്ഥിച്ച ചരിത്രം നമുക്കറിയാം. मूसा हो, यहोशू हो, दाऊद हो, आमीन, ये तीनों ने जिस प्रकार से जमीन में लोटपोट होकर किस प्रकार से प्रभु से प्रार्थना करने का एक अनुभवों को हम वचन में पढ़ पाते हैं। ഇവിടെ ഇരിക്കുന്ന ആരും മോശയും യോശുവയും ദാവീദോ അബ്രഹാമിനേക്കാൾ വലിയവരാരുമില്ല. और यहाँ पर बैठे हुए हम में से कोई भी ऐसा नहीं है जो मूसा, दाऊद और अब्राहम से बढ़कर हो। അവർക്ക് നിലത്ത് കവണ്ട് വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പരീക്ഷിച്ചുകൂടെ? और आमीन, यदि वे लोग जो हैं वे भूमि में या जमीन में जो है दंडवत करते हुए प्रार्थना कर सकते हैं, तो क्या हम ऐसे नहीं कर पाते हैं? അവർക്കതിന് ലജ്ജയില്ലെങ്കിൽ നാം എന്തിനു ലജ്ജിക്കണം? और वे लोग यदि इस प्रकार के कार्यों को करने के लिए लज्जित नहीं होते थे, तो हम क्यों इतना लज्जित हो रहे हैं? ആ പോരാട്ടത്തിന് വിജയമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. और ये बात को याद रखना है कि ऐसे जो युद्ध करते हैं वो लोगों के जीवन में जरूर वो विजय को देखते हैं। അതുകൊണ്ടാണ് പൗലോസ് അവസാനം പറഞ്ഞത്, ഞാൻ നല്ലപോർ പൊരുതു. और इसलिए पौलुस अपने जीवन के अंत में ये बात को कहता है कि मैंने अच्छे युद्ध को लड़ा है। ഈ ദുഷ്ടലോകത്തെ ജയിക്കുവാൻ നമുക്ക് വേറൊരു വെപ്പണില്ല സഹോദരങ്ങളെ. और प्रिय लोगों, ये बात को याद रखना है कि इस दुष्ट संसार में जीत लेने के लिए हमारे पास और कोई हथियार नहीं है। പത്രോസ് അപ്പോസ്തലൻ പറയാൻ, നിങ്ങൾ എന്തിനോട് തോൽക്കുന്നുവോ അതിനടിമയായിരിക്കുക. और पतरस ये बात को हमें बताता है कि आप जिसके लिए हारते हैं, आप उसी का गुलाम बन जाते हैं। എല്ലാവർക്കും ആഗ്രഹമുണ്ട് പ്രാർത്ഥിച്ച് ജയം എടുക്കണമെന്ന്. और सब लोगों के अंदर एक इच्छा है कि प्रार्थना करके जय लेना है। രാവിലെ വിചാരിക്കും ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാമെന്ന്, ഉച്ചയ്ക്ക് പറയുന്നത് വൈകിട്ടിരുന്ന് പ്രാർത്ഥിക്കാമെന്ന്. और सवेरे वे सोचते हैं कि दोपहर को प्रार्थना करेंगे, दोपहर को उनको ऐसे लगने लगता है कि शाम को बैठ के प्रार्थना करेंगे। വൈകിട്ട് പറയും ഇപ്പൊ ഭയങ്കര ക്ഷീണമാ, വെളുപ്പിനെയുള്ള പ്രാർത്ഥനയ്ക്ക് നമുക്ക് കൂടാമെന്ന്. और शाम हो जाते हैं तो ऐसे बोलने लगते हैं कि अब तो बहुत थकान महसूस हो रहा है, मैं सवेरे उठकर प्रार्थना कर लेता हूँ। ഇങ്ങനെ എക്സ്ക്യൂസസിനോട് പറഞ്ഞു തോറ്റുകൊണ്ടിരിക്കുക. और ऐसे बहानों को बोलकर ऐसे हम चीजों को धकेलते चले जाते हैं। ഇനി രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റിരുന്നാലും ഓണാക്കി വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തുറന്നു. और मान लीजिए कि सवेरे की प्रार्थना में उठकर बैठे हैं तो भी क्या करते हैं कि वे ऑन कर देते हैं, बाद में सो जाते हैं। നമ്മുടെ അവകാശവാദം നമുക്ക് വിജയം വേണമെന്നാ.
हमारा जो हक का बात है कि हमें जय प्राप्त करना है, പ്രാക്ടിക്കലി നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല. परंतु जो व्यवहारिक रूप में जो कार्यों को हमें करना आवश्यक था वो हम नहीं कर पाते हैं। ആ പർട്ടിക്കുലർ വിഷയത്തോട് തോറ്റിരിക്കുക. और वो जो विशेष उस बात के लिए जो जिसमें हमें जय लेना है वहां पर हम पराजित रह जाते हैं। മനുഷ്യരെല്ലാം അങ്ങനെയാ, ഒരു തീരുമാനം എടുക്കും. मनुष्य का एक प्रकृति इस प्रकार का है कि वे एक प्रकार के निर्णयों को अपने जीवन में लेते हैं, അധികം താമസിക്കാതെ തന്നെ ആ നിയമം പൊട്ടിക്കും, ആ തീരുമാനം പൊട്ടിക്കും. परंतु ऐसा है कि वे बहुत लंबे समय तक उस निर्णयों पे चल नहीं पाते हैं, तुरंत उसको तोड़ देते हैं। തന്മൂലം എന്ത് സംഭവിച്ച് അതിനോട് തോറ്റിരിക്കുക. और आप के जीवन में जो पराजय को आप देखते हैं उसी के प्रति आप गुलाम बन गए हैं। ഒരു സിമ്പിളായ ഉദാഹരണം പറയാം. एक साधारण उदाहरण को मैं आपको देना चाहता हूं। ഞാൻ പറയാന്നൊരു ഒരു ഉദാഹരണം പറയാം. ഒരു ബീഡി വലിക്കുന്നവനാന്നിരിക്കട്ടെ. और मान लीजिए एक व्यक्ति जो है बीड़ी फूकने वाला हो, അവൻ പറയും ഇനി ഞാൻ ഈ ഒരൊറ്റ ബീഡിയുടെ വലിക്കത്തുള്ളൂ, ഇനി വലിക്കത്തില്ലെന്ന് പറയും. और वो आखिरी में इस प्रकार से कहने लगे कि मैं एक आखिरी बीड़ी को मैं फूकूंगा और उसके आगे कभी नहीं करूंगा। അതിന്റെ എഫക്റ്റ് കഴിയുമ്പോൾ അവനോട് പറയും ഒരു ബീഡിയുടെ വലിക്കടാന്ന് പറയും. और जैसे ही वो बीड़ी खत्म होने लगते हैं तो उसके मन में अपने आप एक विचार आता है कि एक और बीड़ी को मुझे लेना है। അപ്പൊ ഒരു തീരുമാനം എടുക്കുക, ഇനി ഒരു ബീഡിയുടെ വലിക്കാം, വലിച്ചിട്ട് അവസാനമാണ്, ഇത് അവസാനമാണ്. और तब तुरंत अपने मन में एक और निर्णय को लेता है कि एक और मैं ले लेता हूं और इसके बाद अंत है, इसके आगे कभी नहीं करूंगा। വലിച്ചു കഴിയുമ്പോൾ പറയും അയ്യോ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, വേണ്ടായിരുന്നു, എന്തോ ചെയ്യാനാന്ന് പറയും. और लेने के बाद उनके मन में ऐसे विचार आते हैं कि नहीं लेना चाहिए था, ये ऐसा क्यों कर दिया, ऐसे एक विचार को वो सामना करते हैं। ഇനി ഞാൻ ഈ പാപം ചെയ്യത്തില്ലെന്ന് പറയും. और आगे से मैं ऐसे पाप को नहीं करूंगा। പക്ഷെ പിന്നെ അതിന്റെ എഫക്റ്റ് ഇൻ റൈറ്റ് ടൈം ആകുമ്പോ ആ സ്പിരിറ്റ് നിങ്ങളെ പറയും ആ ദിസ് ഇസ് എ റൈറ്റ് ടൈം, ഡു ഇറ്റ്. और परंतु उसका असर जैसे ही खत्म होने लगते हैं तो आपके मन के अंदर फिर से ऐसी विचारें आती हैं कि ये सही समय है, जो करना है कर लेना। കാരണം നിങ്ങൾ ആ പർട്ടിക്കുലർ സ്പിരിറ്റിന്റെ അണ്ടറിൽ പൊസസ്ഡ് ആണ്, കൺട്രോൾഡ് ആണ്. कारण यह है क्योंकि आप उस जो जो आत्मा का जो दुष्ट आत्मा का कार्य है उसी के अंदर आप अपने आप को उसी में आप हार चुके हैं या उसी के वश में आप चले गए हैं। ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങളുടെ ഏത് ബാഡ് നേച്ചറിനെ സ്വഭാവത്തുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. और मैंने ये जो उदाहरणों को दिया है आपके जीवन में कोई भी ऐसी बुरी संगति या बुरी बातें जो हैं उसी के साथ आप तुलना कर सकते हैं। കാരണം നിങ്ങൾ ആ സ്പിരിറ്റിന്റെ വലയത്തിലാ. कारण यह होता है क्योंकि आप उस आत्मा के वश में चलाए जा रहे हैं। ചിലർക്ക് ആരെ കുറിച്ചൊരു നല്ല കാര്യം പറഞ്ഞ ഇഷ്ടമല്ല. कई लोगों को ऐसा है कि किसी के भी बारे में अच्छी बातें बोलना वो पसंद नहीं करते हैं। നല്ല കാര്യം പറയാൻ വയ്യാത്തോണ്ട് മിണ്ടാതിരിക്കും. जब अच्छी बातें बोलते हैं तो ये व्यक्ति शांत बैठ जाता है അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും നല്ലതല്ലാത്ത കാര്യം പറയാനുണ്ടോന്ന്. और अपने मन में ये बात को तुरंत सोचते बैठते हैं कि उस व्यक्ति के बारे में कुछ बुराई बोलने के लिए है क्या। ഇതെല്ലാം ഒരു സ്പിരിറ്റിന്റെ കൺട്രോളിനകത്താ നമ്മള്. और ये सब कुछ आपको समझना है कि ये सारी बातें जो है एक प्रकार की दुष्टात्मा के नियंत्रण में हम चलते हैं। അതാ പത്രോസ് പറയുന്നത് നിങ്ങൾ അതിനോട് തോൽക്കുന്നെങ്കിൽ നിങ്ങൾ അതിന്റെ അടിമയാണ്. और इसीलिए पत्रस ये बात को बताता है कि तुम किसी भी प्रकार की दुष्ट कार्यों के प्रति पराजित हो रहे हैं तो आप उसी के अधीन में चल रहे हैं। ഇതിന്റെ പുറത്തു വരാൻ ഒറ്റ വെപ്പണേ ഉള്ളൂ. और इसी से बाहर आने के लिए एकमात्र हथियार आपके सामने है। തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. निर्णय को लेकर प्रभु की उपस्थिति में आप एक प्रार्थना करना शुरुआत करें അതിലൂടെ നിങ്ങൾക്ക് പുറത്തു വരുവാൻ സാധിക്കും. और उसी के द्वारा आप अपने जीवन में ऐसी बुरी बातों से बाहर आ पाएंगे। ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും പ്രാർത്ഥനയിലൂടെ നമുക്ക് വിജയം കണ്ടെത്താം. और जीवन के कोई भी परिस्थिति में क्यों ना हो प्रार्थना के द्वारा हम जय हासिल कर सकते हैं। പ്രാർത്ഥന നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. प्रार्थना जो है हमें विजय की ओर ले चलता है। 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം ഒരു ഹന്നെ നമുക്ക് കാണാം. और पहला शमूएल का पुस्तक उसके पहले अध्याय से आप पढ़ोगे तो वहां पर एक हन्ना को आप देख पाएंगे।
അവള് മനോവ്യസനത്തോടുകൂടെ ദൈവസന്നിധി ചെന്നിരുന്നുകൊണ്ട് ഹൃദയം ദൈവസന്നിധി പകർന്നതായിരുന്നു അവിടെ പ്രാർത്ഥന. और उसकी प्रार्थना इस प्रकार का था कि वो मन से टूटा हुआ अवस्था में हृदय से वो प्रभु से प्रार्थना कर रही थी. ദൈവം അതിന് മറുപടി കൊടുത്തു. परमेश्वर ने उसकी प्रार्थना का उत्तर दिया അവിടെ പ്രതിയോഗി ലജ്ജിച്ച് തല താഴ്ത്തി. और उसके विरोधी जो थे वे आमीन शर्म आकर वो अपने सिरों को झुका दिए. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ശത്രുയുടെ മുൻപിൽ ദൈവം മേശയൊരുക്കും. आपकी प्रार्थना में आपके लिए आपके शत्रुओं के बीच में परमेश्वर मेज को बिछाने वाला होता है. മകളുടെ മുൻപിൽ തല ഉയർത്തി നടക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന കാരണമായി തീരും. आपकी प्रार्थना के द्वारा अनेक लोगों के बीच में सिर उठाकर चलने के लिए प्रभु आपको मदद करेगा. നാം ചിന്തിക്കാത്ത അസാധ്യമായ കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി തരും. हमने जो आज तक कल्पना नहीं किया है ऐसे असंभव कार्यों को करने में प्रभु हमें मदद करता है. നെഹമ്യാവ് അങ്ങനെ മനുഷ്യനായിരുന്നു. नेहम्या ऐसे ही एक व्यक्ति रहा. എസ്ര അങ്ങനെ മനുഷ്യനായിരുന്നു. एसरा नाम का जो आमीन शास्त्री था वो भी ऐसा ही एक व्यक्ति रहा है. പൗലോസും പത്രോസും അങ്ങനെയുള്ളവരായിരുന്നു. पौलुस और पतरस भी ऐसा ही कार्य करने वाले बने हैं. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ മാത്രമേ ഒരു വിജയം കാണാൻ സാധിച്ചിട്ടുള്ളൂ. प्रार्थना करने वाले लोगों के जीवन में ही हम जय को देखते हैं. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നമ്മെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സകല അന്ധകാര ശക്തിയുടെ പേരിൽ നമുക്ക് ജയമെടുക്കാം. इसलिए प्रार्थना के द्वारा हमें हराने के लिए कोशिश करने वाले हर एक अंधकार की शक्तियों के ऊपर हम जय लेंगे. അതിനായി ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം. उसी के लिए हम प्रभु की उपस्थिति में अपने आप को हम समर्पित करेंगे. എന്റെ ശബ്ദം കേട്ട നിങ്ങൾ ആ സമർപ്പണമുള്ളവര് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. और आप में मेरे आवाज जो सुनते हैं और जो आमीन इस बात को मानते हैं कि मुझे प्रार्थना की आवश्यकता है तो अपने हाथों को उठाकर आप प्रभु को धन्यवाद देना शुरू करें. വരുന്ന നാളുകളിൽ നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന സകല അന്ധകാര ശക്തി നിന്ന് ദൈവം വിടുവിക്കട്ടെ. आने वाले समयों में आपके जीवन को आमीन इस प्रकार से बंधन में डालने वाले हर एक अंधकार की शक्तियों के ऊपर प्रभु आपको जय देने पाए. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കട്ടെ. आपकी प्रार्थना के विषयों के बीच में प्रभु काम करने दे. നിങ്ങളുടെ സകല ആവശ്യങ്ങളുടെ മേലും ദൈവിക സ്പർശനം ഉണ്ടാകട്ടെ. आपके सारे आवश्यकताओं के बीच में परमेश्वर का एक स्पर्श आप अनुभव करने पाए. പ്രാർത്ഥനയാകുന്ന ആയുധം നിങ്ങൾ താഴെ വയ്ക്കരുത്. प्रार्थना जो हथियार है कभी भी हम अपने हाथों से नीचे ना रखें. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु आप सभी को आशीष दे.